അപ്പോൾ ട്രിപ്പ് പോയി വരുന്നതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ബ്ലോക്കൊക്കെ കിട്ടും. ഇങ്ങനെ റോഡ് പണി നടക്കണതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഇടയ്ക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഇല്ലെങ്കിലും ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ എടുത്തു. അപ്പോൾ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ ഇങ്ങനെ വേറെ വേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇതിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലോക്കുള്ള സ്ഥലത്തെത്തുമ്പോൾ നിൽക്കും, പിന്നെയും വീഡിയോസ് എടുക്കും, പോകുമ്പോഴും വീഡിയോസ് എടുക്കും. അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തിരിച്ച്. പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ അപ്പം ഞങ്ങൾ സാറ്റർഡേ ആണ് ട്രിപ്പിന് പോയത്. തിരിച്ച് സൺഡേ ആണ് കേട്ടോ തിരിച്ച് വരണത്. അപ്പോൾ ഞാൻ അമ്മോളുടെ അടുത്ത് ഇങ്ങനെ ഓരോ ഉമ്മ തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മോൾ വെയിറ്റൊക്കെ ഇട്ടിരുന്ന് പിന്നെ ഉമ്മയൊക്കെ തന്നു കേട്ടോ. ആ സീനാണ് ആ കാണുന്നത്. പിന്നെ എല്ലാവരും ടയേർഡെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു ഉച്ച സമയത്തോട് അടുക്കുന്നുണ്ട് കേട്ടോ സൺഡേ. അപ്പം അതിൻ്റേതായ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് കോതമംഗലത്തെ ചെറിയ പള്ളിയിൽ കയറണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ പോകുമ്പോൾ കയറാമെന്നായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോകണം. അവിടെ കൊച്ചുപള്ളിയിൽ അപ്പോൾ അച്ഛൻ്റെ അമ്മയും അച്ഛനും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ കോതമംഗലം. അപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല. അച്ഛൻ ചെറുപ്പത്തിലേക്ക് പോയിട്ടുള്ളതാണ്. അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവിടെ ശനിയാഴ്ച കുർബാന അതാണ് ഇമ്പോർട്ടൻസ് എന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ തൊഴുവാനും എല്ലാം കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി കൊച്ചു പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇനി ബാക്കി വീഡിയോസൊക്കെ അമ്മോളാണ് കേട്ടോ എടുക്കണത്. നല്ല വെയിലുള്ള സമയത്താണ് കേട്ടോ എത്തിയത്. ഇത് ഞാനെടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അമ്മോളാണ് വീഡിയോ എടുക്കണത്. അപ്പോൾ ഞാൻ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ അച്ഛനാണ് പോയത്. അപ്പം അച്ഛൻ പോയിട്ട് ശനിയാഴ്ച കുർബാനയ്ക്കുള്ളതെല്ലാം എഴുതിച്ചു. പിന്നെ മെഴുകുതിരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അമ്മോളും ആണ് കേട്ടോ പള്ളിയിൽ പോയതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴുതിട്ടൊക്കെ വന്നു. അപ്പോൾ കുർബാനയ്ക്കുള്ളതൊക്കെ എഴുതിച്ചിട്ട് അങ്ങനെ അവർ തിരിച്ചു വന്നു. പിന്നെ ഞങ്ങളിതേ മെഴുകുതിരി കത്തിക്കാൻ എനിക്കിങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് മെഴുകുതിരി കത്തിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ. മെഴുകുതിരിയൊക്കെ കത്തിക്കുമ്പോൾ നമ്മളൊരു വഴിപാട് പോലെ കത്തിക്കണമല്ലേ. എനിക്ക് പള്ളിയിലെ എല്ലാ കാര്യങ്ങളെ പറ്റിയൊന്നും അറിയില്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ ആണെങ്കിലും എടപ്പള്ളി പള്ളിയിലും അങ്ങനെയൊക്കെ പോയിട്ട് മെഴുകുതിരി കത്തിക്കലും പ്രാർത്ഥിക്കലും ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതേ എല്ലാവരും മെഴുകുതിരി കത്തിക്കുകയാണ്. ഞാൻ മെഴുകുതിരി കത്തിക്കണ വീഡിയോ ഒന്നുമില്ല. ഇത് കഴിഞ്ഞ് അമ്മോളുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ അമ്മോൾ എടുത്തില്ല എന്ന് തോന്നണം അത്. പിന്നെ കാറിലുള്ള പ്രഹസനങ്ങൾ അത് അമ്മോൾ വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഡ്രൈവിംഗ് ഒന്നും അറിയാൻ പാടില്ല, എങ്കിലും ഇങ്ങനെയൊക്കെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ അമ്മോൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അമ്മോൾ ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നെ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മോളേ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടൻ നോക്കാം. പിന്നെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇവിടെ അടുത്തൊരു വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അതിൻ്റെ ചെറിയ സൗണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്താണ് അവിടെ എത്തിയല്ലോ. അല്ല, മോർണിംഗ് ഞങ്ങൾ നേരത്തെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഞങ്ങൾ ഉച്ച സമയത്ത് ഒരു വീട്ടിലെ ഊണ്, കായൽ റെസ്റ്റോറൻറ്റ് അങ്ങനെ എഴുതിയ ഒരു ഏത് സ്ഥലമാണെന്ന് ഞാനിപ്പോൾ ഓർക്കണില്ല, അവിടെ എത്തി. എന്നിട്ട് ഞാനും അതുപോലെ തന്നെ അമ്മയും അച്ഛനും അമ്മോളും ചോറാണ് കേട്ടോ വാങ്ങിച്ചത്. സനു കലം ബിരിയാണി അങ്ങനെ എന്തോ ഒരു സംഭവം. ചേട്ടൻ പിടിയും കോഴിയിറച്ചിയും അതാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം ഞങ്ങൾ അതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം കഴിച്ചു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. നോർമൽ ഫിഷ് ഫ്രൈ ചോറിൻ്റെ കൂടെ, അതുകൂടാതെ പിന്നെ സാമ്പാർ അങ്ങനത്തെ കുഞ്ഞു എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെയുള്ളൊരു ഫിഷിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് കുറേ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വീഡിയോ എടുത്തത് അമ്മോളാണ്. പിന്നെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കാറിൽ കയറിയതേ ഓർമ്മയുള്ളൂ. ഞാൻ പിന്നെ വീട്ടിലെത്തുമ്പോൾ ചേട്ടൻ എന്നെ തട്ടി വിളിച്ചതേ ഞാൻ ഓർക്കണുള്ളൂ. ഫുഡൊക്കെ കഴിഞ്ഞ് ഒരുറക്കം പതിവാണല്ലോ, അതുകൊണ്ട് പിന്നെ ഇതിന് ശേഷമുള്ള വീഡിയോസൊന്നുമില്ല. അപ്പോൾ ഇതോടെ ട്രിപ്പ് തീർന്നു.